മഴക്കെടുതി രൂക്ഷമാണ്. പയ്യാനിത്തോട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ ഇടത്ത് നമ്മുടെ പ്രതിനിധി ഷിനോജ് എസ് ടി എത്തിയിട്ടുണ്ട്. പയ്യാനിത്തോട്ടം പൂഞ്ഞാർ മേഖലയിലാണ്, അവിടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഷിനോജ് എസ് ടി ചേരുന്നു വിവരങ്ങളുമായി. ഷിനോജ്, എന്താണ് വിവരങ്ങൾ? മോത്തി പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ദൃശ്യങ്ങളിൽ കാണാം. നിലവിൽ ഇപ്പോൾ ഇവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. പയ്യാനിത്തോട്ടത്ത് 2 പേരെയാണ് കാണാതായത്. അതിൽ ഒരാളുടെ മൃതദേഹം നിലവിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ജോണിയുടെ മകൻ ജോസഫ്, 27 വയസ്സാണ് പ്രായം. ജോസഫിൻ്റെ മൃതദേഹമാണ് അല്പസമയം മുൻപ് കണ്ടെത്തിയത്. നിലവിലിപ്പോൾ ജോണിയുടെ ഭാര്യ റജീനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇവിടെ പുരോഗമിക്കുന്നത്. റജീനയും മകനും മാത്രമാണ് ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത്. ജോണി സമീപത്ത് തന്നെ മറ്റൊരു വയോധികൻ മാത്രമുള്ള ഒരു വീടുണ്ട്, അവർക്ക് കൂട്ടുകിടക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയതാണ്. എന്തായാലും ഈ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 4 JCB നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4 JCBകളുടെ ഒക്കെ തന്നെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ നിലവിൽ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഇടത്തു നിന്നാണ് നേരത്തെ ഈ മകൻ്റെ ജോസഫിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും മറ്റെവിടെയെങ്കിലും ഇത്തരത്തിൽ ഈ മൃതദേഹം അകപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ അതിനുവേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ ഈ തെരച്ചിൽ പരിശോധിക്കുന്നത്. നമുക്ക് നാട്ടുകാർ കൂടി ചേർന്നുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. നല്ല മഴയായിരുന്നു രാത്രി. ഭയങ്കര ശക്തമായ മഴയായിരുന്നു. നമ്മളെ ഈരാറ്റുപേട്ട ഭാഗമൊക്കെ മുഴുവൻ വെള്ളത്തിൽ കയറി. ഇവിടുന്ന് മുകളിൽ വീട് ഇവിടെ. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന ഇടത്താണ് ഈ വീട് ഉണ്ടായിരുന്നത്. ആ വീടാണ് പൂർണ്ണമായി ഇവിടെ എത്തരത്തിലൊരു വീട് ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത തരത്തിലാണ് ഈ ഉരുളെടുത്ത് പൂർണ്ണമായും പോയിരിക്കുന്നത്. സമീപ പ്രദേശങ്ങളിൽ സമീപത്ത് തന്നെ മറ്റ് ചില വീടുകൾ കൂടിയുണ്ട്. പക്ഷേ ഇതിന് തൊട്ട് മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ കല്ലും മണ്ണുമൊക്കെ തന്നെ ഒലിച്ച് ഇവിടേക്ക് ഈ ഉരുൾപൊട്ടൽ വന്ന് വീണത്. 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ദുരന്തം ഉണ്ടായത്. എന്തായാലും വലിയ ഉരുൾപൊട്ടലാണ് ഇന്നലെ പയ്യാനിത്തോട്ടത്ത് ഉണ്ടായത്. 2 പേരെയാണ് കാണാതായത്. ഒന്ന് ജോസഫിൻ ജോണിയും ജോസഫിൻ്റെ അമ്മയും ആണ്. ജോസഫിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ വീടവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും തോന്നാത്ത വിധത്തിൽ ഉരുൾപൊട്ടി മണ്ണും ചെളിയും വന്ന് മൂടിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഷിനോജ് എസ് ടിയാണ് വിവരങ്ങൾ നമ്മളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഷിനോജ, പറയൂ. മോത്തി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ അപകടമുണ്ടായി ഏകദേശം പുലർച്ചെ 4 മണിയോട് കൂടിയാണ്. 2 മണിക്കാണ് അപകടം ഉണ്ടാകുന്നത്. 4 മണി ആ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ തെരച്ചിൽ തുടങ്ങിയതാണ്. അതീവ ദുഷ്കരമായ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ തെരച്ചിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ സമയത്ത് തന്നെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയുണ്ട്, പക്ഷേ ആ തരത്തിൽ അതിതീവ്രമായ രീതിയിലുള്ള മഴയല്ല ഉള്ളത്. ചെറിയ ചാറ്റൽ മഴ എന്ന രീതിയിലാണ് ഇപ്പോൾ മഴയുള്ളത്. അതിനാൽ തന്നെ ഈ സമയം കൊണ്ട് തന്നെ പരമാവധി മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്ത് അതിനുള്ളിൽ എവിടെയെങ്കിലും ഈ റജീനയുടെ മൃതദേഹം ഉണ്ടോ എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ ഉൾപ്പെടെ സംവിധാനങ്ങളൊക്കെ തന്നെ നീങ്ങുന്നത്. എന്തായാലും 6 മണിയോട് കൂടി JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടേക്ക് എത്തി. അതിനുശേഷം ഒരു പൂർണ്ണമായും ഒരു തെരച്ചിലേക്ക് കാര്യങ്ങൾ പോയി. അതിനുശേഷമാണ് നമ്മൾ അല്പസമയം മുൻപ് കണ്ട ഒരു പ്രദേശത്ത്, ആ സ്ഥലത്ത് നിന്നാണ് ജോണിയുടെ മകൻ ജോസഫിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. നിലവിൽ ആ വീട്ടിൽ ഇന്നലെ അപകടം നടക്കുന്ന ഈ സമയത്ത് 2 പേർ മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. കനത്ത മഴ ഇന്നലെ രാത്രിയൊക്കെ തന്നെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു ഉരുൾപൊട്ടൽ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. ജോണി ആ സമയത്ത് സമീപത്ത് തന്നെയുള്ള ഈ വരുന്ന വഴി ഏകദേശം ഇവിടെ നിന്നൊരു 300 മീറ്റർ മാറി മറ്റൊരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു വയോധികനായ ആൾക്കൊപ്പം ഈ കൂട്ടുകിടക്കുന്നതിന് വേണ്ടി പോയതാണ്. എന്തായാലും ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും നിലവിൽ ഇപ്പോൾ അറിയാത്ത അവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. പൂർണ്ണമായും ഉരുളെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. അതീവ ഒരു ദുരന്തമായ ഒരു അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. കോട്ടയത്ത് 4 ഉരുൾപൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ആളപായം നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ പൂഞ്ഞാർ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പയ്യനത്തോട്ടത്ത് മാത്രമാണ്. അവിടെയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഒരാളുടെ മൃതദേഹം കണ്ടെടുത്ത് കഴിഞ്ഞു. മറ്റൊരാൾക്ക് വേണ്ടി ആ സമയത്ത് ഉണ്ടായിരുന്ന റജീന എന്ന വീട്ടമ്മയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. 5 ഫയർഫോഴ്സ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ 5 ഫയർഫോഴ്സിൻ്റെ സഹായത്തോട് കൂടിയാണ് നിലവിൽ ഇപ്പോൾ JCBയുടെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് നിലവിൽ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. എന്തായാലും എത്രത്തോളം ഈ മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമായ കാര്യം കൂടിയാണ്. അതാണ് നിലവിൽ ഇപ്പോൾ JCBയുടെ സഹായത്തോടു കൂടിയൊക്കെ തന്നെ ചെയ്യുന്നത്. എന്തായാലും നേരത്തെ സമാനമായ രീതിയിൽ ഉരുൾപൊട്ടിയ ഇടങ്ങളൊക്കെ ഇതിന് സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാകുന്ന സമയത്ത് ഈ തോട്ട മേഖലകളൊക്കെ തന്നെ പൂഞ്ഞാറും കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലകളൊക്കെ തന്നെ ഉരുൾപൊട്ടാറുള്ളതാണ്. ജീവഹാനി ഉൾപ്പെടെ സംഭവിച്ചിട്ടുള്ള പല മേഖലകളൊക്കെ തന്നെ കോട്ടയത്തുണ്ട്. അതിന് മറ്റൊരു കാര്യമാണ്, മറ്റൊരു ദുരന്തമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ വലിയ
ദുരന്തം ഇവിടെ ഉണ്ടായത്. നാട്ടുകാരാണോ? എവിടെയുള്ളതാണോ? അല്ല ഇവിടെയുള്ളതാണോ? പൂഞ്ഞാറ് നല്ല മഴയുണ്ടായിരുന്നില്ലേ ഇന്നലെ? മഴയായിരുന്നു. ആ മഴ വിട്ടുകൂടി ശക്തമായ മഴയായിരുന്നു. തോരാതെ നിൽക്കുകയായിരുന്നു. അതിൻ്റെ മണ്ണിടിച്ചിലുണ്ടായതെന്ന് തോന്നുന്നു. എന്നാലും വീട് പൂർണ്ണമായിട്ടും പോയല്ലോ. വീട് ഈ ഭാഗത്തായിരുന്നല്ലേ? വീടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഇപ്പോൾ മാന്തിക്കൊണ്ടിരിക്കുന്നത് ആ JCB നിൽക്കുന്നതിൻ്റെ ഭാഗം. രണ്ടാമത്തെ JCB നിൽക്കുന്നത്. വേറെ മക്കള് എത്ര പേര്? മൂന്ന് പിള്ളേരായിരുന്നു. ഒരു എറണാകുളത്ത് പഠിച്ചുകൊണ്ടിരിക്കുക കണ്ടായിരുന്നു. ഒരു അമ്മയും മോനും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരൊക്കെ പുറത്ത് വേറെയാണ്? അവർ എറണാകുളത്ത് ഇവനും കഴിഞ്ഞ ദിവസം കണ്ട് വന്നോളൂ. പരിചയം ചെറുക്കനും. ജോണി അപ്പുറത്തെ വീട്ടിൽ കിടക്കാൻ, ജോണി ഒരു ബയോധീന് കൂട്ടുകിടക്കാൻ വേണ്ടി പോയതായിരുന്നു. വലിയൊരു ദുരന്തം തന്നെ ആയിപ്പോയി. ഇവിടെ ഉള്ളതാണ്. ഭയങ്കര മഴയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മഴയായിരുന്നു. വൈകുന്നേരം രാത്രി മുഴുവൻ ഫുൾ മഴയായിരുന്നു. ആ മഴ അപ്പോൾ നമുക്ക് തന്നെ ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇത്ര ബലം കുറഞ്ഞ മണ്ണ് ബലം കുറഞ്ഞ ഏരിയ ആയത്. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഇങ്ങനെ വരും എന്നുള്ളത്. പൂഞ്ഞാൽ പയ്യാനെ തോട്ടത്തു നിന്നുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരുമായി. അവിടെ ഉരുൾപൊട്ടലുണ്ടായ ഇടത്ത് ഒരാൾക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. പുലർച്ചെ തുടങ്ങിയ തിരച്ചിലാണ്. പയ്യാനെ തോട്ടത്തു നിന്നും ഒരാളെയാണ് കണ്ടെത്താൻ, ജോസഫൈൻ ജോണിയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ജോസഫൈൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്.